ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മുടെ കോംപ്ലക്സ് നമ്മുടെ ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. അഗെയിൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താണ് Z be a complex number satisfying mod Z-y less than or equal 3 അല്ലെ. അവിടെ ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് അറിയില്ല ഇതെന്താ മോഡ് Z-Z0 ഈക്വൽ 6 ആണെങ്കിൽ അത് Z0 സെന്റർ ആയിട്ടുള്ള 6 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ അല്ലേ. ലെസ് ദാൻ 6 ആണെങ്കിൽ സർക്കിളിന്റെ ഉള്ളിൽ അല്ലേ. അപ്പൊ എന്താ സർക്കിളിന്റെ ഉള്ളിലത്തെ പോർഷൻ അല്ലെ. ആ സർക്കിളിന്റെ സെന്റർ എവിടെയാ? സർക്കിളിന്റെ സെന്റർ എവിടെയാ? 5,0 അല്ലേ. റേഡിയസ് ആരാ 3 അല്ലെ. സെന്റർ 5,0 റേഡിയസ് 3 ആയിട്ടുള്ള സർക്കിൾ ആണ്. ഇതല്ലേ സർക്കിൾ വരിക അല്ലെ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞെന്താണ് Z be a complex number. Z എന്ന് ഈ കോംപ്ലക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അടാ ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാലേ ആ കോംപ്ലക്സ് നമ്പർ അതെന്താ ഈ സർക്കിൾ ഉള്ളിലത്തെ ഭാഗല്ലേ അല്ലെ. ലെസ് ദാൻ ഉള്ളിലാ. ലെസ് ദാൻ ഒരു ഈക്വൽ ഉണ്ടായതുകൊണ്ട് എന്താ സർക്കിൾ ഓൺ ദ പോയിന്റ് ആവും, ഓൺ ദ സർക്കിൾ ആവും അല്ലെ. അപ്പൊ ഓൺ ദ സർക്കിൾ ആവാം അല്ലെങ്കിൽ എന്താ ഇൻസൈഡ് ദ സർക്കിൾ ആവാം അല്ലെ. അപ്പൊ ഓൺ ദ സർക്കിൾ ഉണ്ട്, ഇൻസൈഡ് ദി സർക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യണ്ടേ അല്ലെ. അപ്പൊ അതാണ് Z എന്ന് പറഞ്ഞാൽ അല്ലെ. ക്വസ്റ്റ്യൻ പറഞ്ഞ വേറെ കാര്യം എന്താ ഹാവിങ് മാക്സിമം പോസിറ്റീവ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് അല്ലെ. അതായത് നമുക്ക് ഇത് കാണണമെങ്കിൽ അവസാനം Z കാണണ്ടേ അല്ലെ. അവിടെ ഈ കാണുന്ന ആളെ കാണി അവസാനം Z കാണണ്ടേ. ആ Z പ്രത്യേകം എന്താണ്? ആ Z മാക്സിമം പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഉണ്ടാവും അല്ലെ. എന്താ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പറഞ്ഞാല് അടാ ഇവിടെ പോയിന്റ് എടുത്താലേ അതിന്റെ ആർഗ്യുമെന്റ് എന്താ? ഒറിജിൻ അതിലേക്ക് ലൈൻ വരയ്ക്കുക. ആ ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ആർഗ്യുമെന്റ് അല്ലെ. ഇനി പോയിന്റ് ഇവിടെ ആണെങ്കിൽ എന്താ ആർഗ്യുമെന്റ്? ഇങ്ങനെ ലൈൻ വരയ്ക്കുക, ഇതെല്ലാം ആർഗ്യുമെന്റ് വരിക അല്ലെ. ഈ പോയിന്റ് ഇവിടെ ആണെങ്കിൽ എന്താ ആർഗ്യുമെന്റ്? ഒറിജിനൽ ലൈൻ വരയ്ക്കുക, അത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആർഗ്യുമെന്റ് അല്ലെ. ഇവിടെയാണ് പോയിന്റ് എങ്കിൽ ഇതെല്ലാം ആർഗ്യുമെന്റ് അല്ലെ. ഇനി ആ ആർഗ്യുമെന്റ് മാക്സിമം ആണെങ്കിൽ ആ കാണുന്ന ലൈൻ മാക്സിമം ചെരിഞ്ഞിക്കണ്ടേ അല്ലെ. അങ്ങനെയെങ്കിൽ മാക്സിമം ചെരിഞ്ഞിക്കണമെങ്കിൽ ഇത് ടാൻജന്റ് ആയ പോലെ ടാൻജന്റ് ആവുമ്പോഴല്ലേ മാക്സിമം ഏരിയ കിട്ടുക. ടാൻജന്റ് ഏരിയയിൽ മാക്സിമം ആർഗ്യുമെന്റ് കിട്ടുക അല്ലെ. ഇത് തീറ്റാട്ടോ. എന്തുകൊണ്ടാ എടാ ഈ പോയിന്റ് ഇവിടെ ആണെങ്കിൽ പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഇതല്ലേ ആർഗ്യുമെന്റ് വരിക തീറ്റ അല്ലെ. പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഇതല്ലേ ആർഗ്യുമെന്റ് തീറ്റ. പോയിന്റ് ഇവിടെ ആണെങ്കിൽ ഇതല്ലേ ആർഗ്യുമെന്റ് തീറ്റ അല്ലെ. അങ്ങനെയെങ്കിൽ ആ ആംഗിൾ വലുതാവണമെങ്കിൽ മാക്സിമം ആവണമെങ്കിൽ ആ പോയിന്റ് ഇവിടെ ടാൻജന്റ് ആയി പോകണ്ടേ. അപ്പോഴല്ലേ മാക്സിമം ആംഗിൾ വരിക. യെസ്. അപ്പൊ ആ പോയിന്റ് എന്താണ്? ഇതാണ് Z വരിക. അപ്പൊ ഇതാണെന്ത് Z. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനത്തെ ആൻസർ കിട്ടണമെങ്കിൽ Z കാണാം അല്ലെ. ആ Z കാണണമെങ്കിൽ ഈ ലെങ്ത് 6 വിചാരിക്ക്. അപ്പൊ Z ആരാ? 6 അതിന്റെ മോളസ് അല്ലെ. ആ ലെങ്ത് എന്ന് പറഞ്ഞ എപ്പോഴും മോളസ് അല്ലേ. അപ്പൊ അത് 6 ആണെങ്കിൽ Z എന്താ? R cos θ പ്ലസ് IR sin θ അല്ലേ. IR sin θ അല്ലേ. യെസ് അല്ലെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഞാൻ 6 കാണാം അല്ലേ. 6 കാണും. ഇത് 90 ഡിഗ്രി അല്ലേ. ടാൻജന്റ് റേഡിയസുമായിട്ട് ഉണ്ടാക്കുന്ന 90 അല്ലേ അല്ലെ. ഈ ലെങ്ത് 5 അല്ലേ അല്ലെ. ഈ ലെങ്ത് ആ റേഡിയസ് 3 അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇത് 3 ആണ്, ഇത് 5 ആണ്. അപ്പൊ ഇത് 4 ആവില്ലേ. ഇതാരാ? 4 ആണ്. അപ്പൊ എന്താണ്? 4 ആണ് അല്ലെ. ഇനി കോസ് തീറ്റ സൈൻ തീറ്റ ആരോടെ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോണൂസ് അല്ലേ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണൂസ് അല്ലേ അല്ലെ. 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ആയി ഇയാളുടെ ഹൈപ്പോണൂസ് അല്ലെ. അപ്പൊ സൈൻ തീറ്റ ആരാ? സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണൂസ്. ഓപ്പോസിറ്റ് 3, ഹൈപ്പോണൂസ് 5. അപ്പൊ 3/5. കോസ് തീറ്റ ആരാ? അഡ്ജസന്റ് ബൈ ഹൈപ്പോണൂസ്. അഡ്ജസന്റ് ആരാ? 4 അല്ലേ. ഹൈപ്പോണൂസ് 5 അല്ലേ. 4/5. അപ്പൊ എന്താ R ഇൻറ്റു R ആരാ? 4 അല്ലേ. കോസ് തീറ്റ ആരാ? 4/5 പ്ലസ് IR സൈൻ തീറ്റ ആരാ? 4. സൈൻ തീറ്റ ആരാ? 3/5. അപ്പൊ ഇതാരാ വരിക? 16/5 പ്ലസ് I 12/5 അല്ലേ. ഇതാണ് Z അല്ലെ. പക്ഷെ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത് Z അല്ലടാ. ക്വസ്റ്റ്യൻ മൊത്തം വേണ്ടത് 5Z. 5Z. അപ്പൊ 5Z എന്താ? മൊത്തം 5 കൊണ്ട് മടിയാ പോരെ അല്ലെ. മൊത്തം 5 കൊണ്ട് മടി പറയുമ്പോഴേ ഈ 5 കട്ട് ചെയ്ത് പോകില്ലേ അല്ലെ. അപ്പൊ എന്താ 16 + 12 അല്ലേ. 16 + 12 അത് കിട്ടി. ഓക്കെ, ഇനി കാണേണ്ട ആരെയാ? ഇനി കാണേണ്ട ആളെ എവിടെ എഴുതരോ? ഇനി കാണേണ്ട ആളാരാ? ഞാൻ ഓരോരുത്തരും എഴുതട്ടോ. ആദ്യം ഇതാദ്യം കണ്ടുപിടിക്കുക. മൂളത്താള് അല്ലെ. ആ മൂളത്താളാരാ? മോളസ് ഓഫ് 5Z - 12ന്റെ സ്ക്വയർ അല്ലേ. അത് വരിക മോളസ് ഓഫ് എന്താ 5Z. ഇതല്ലേ 5Z. 16 + 12 അല്ലേ. 16 + 12 മൈനസ് 12ന്റെ സ്ക്വയർ അല്ലേ വേണ്ടത്. എന്താ വരിക? 16 - 12 4 അല്ലേ. 4 + 12ന്റെ സ്ക്വയർ. മോളസ് ഓഫ് A + IB A² + B² അല്ലേ. മോളസ് ഓഫ് A + IB √(a² + B² അല്ലേ. പക്ഷേ മോളസിന്റെ സ്ക്വയർ ഇരുന്നായതുകൊണ്ട് ആ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ A² + B² അല്ലേ. എന്താ A² + B²? 4² 16, 12² 144, 150 160 ആവില്ലേ. കിട്ടി അല്ലെ. ഡിനോമിനേറ്റർ ആരാ? ഇതല്ലേ ഡിനോമിനേറ്റർ.
5iz പ്ലസ് 16. അതിന് മുമ്പ് 5iz എന്താ പറയുക? 5iz അല്ലെ 5zi. അവിടെ ഇതല്ലേ 5z, അത് മൊത്തം ഐ കൊണ്ട് മൾട്ടിപ്ലൈ പോരെ. അവിടെ ഇവിടെ ഐ കൊടുക്കുക, അപ്പൊ ഇവിടെയും ഐ കൊടുക്കണം, ഇവിടെയും ഐ കൊടുക്കണം. എന്താ 60 ഇൻറ്റു ഐ അല്ലേ? ഇതോ 12i ഇൻറ്റു ഐ, 12i സ്ക്വയർ മൈനസ് 12 അല്ലേ? 16i മൈനസ് 12, 16i മൈനസ് 12. അപ്പൊ എന്താ 5 മോഡുലസ് ഓഫ് 5iz പ്ലസ് 16ന്റെ സ്ക്വയർ കാണണം അല്ലെ? എന്താ 5iz ആരാ? 16i മൈനസ് 12 ആണ്, പ്ലസ് 16ന്റെ സ്ക്വയർ അല്ലേ? ഇതെന്താ വരാ? 16i മൈനസ് 12 പ്ലസ് 16 4 അല്ലേ സ്ക്വയർ. മോഡുലസ് ഓഫ് a പ്ലസ് ഐ ബി റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതിന്റെ സ്ക്വയർ ആകുമ്പോൾ റൂട്ട് വേണ്ടല്ലോ. അപ്പൊ എന്താ 16 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 16 സ്ക്വയർ 256 അല്ലേ? 4 സ്ക്വയർ 16 അല്ലേ? അപ്പൊ എന്താ 262 272 ആവും. കിട്ടി അല്ലെ? ഇനി കാണേണ്ട ആര്യാ? 34 ഇൻറ്റു ഇതേ ബൈ ഇതല്ലേ? ഇതാരാ? 160 ബൈ 272. കട്ട് ചെയ്യണ കട്ട് ചെയ്യാം. 34 ഇൻറ്റു 8 അല്ലെ 272. 160 ഇൻറ്റു 8 20 അല്ലേ വരിക? സോ ആൻസർ ഈസ് 20. 160 ബൈ 8 20. ആൻസർ ഈസ് 20. ഓപ്ഷൻ 4 അല്ലേ? നല്ല ക്വസ്റ്റൻ ആണ്, കൺസെപ്ഷൻ ക്വസ്റ്റൻ ആണ്. കറക്റ്റ് ആയിട്ട് ജോമെട്രിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ.